തിരുവനന്തപുരം ബാലരാമപുരത്തെ വീട്ടുമുറ്റത്ത് ഇന്നലെ വരെയും കളിച്ചും ചിരിച്ചും കുസൃതി കാട്ടിയും നടന്നതാണ് ദേവേന്ദു എന്ന 2.5 വയസ്സുകാരി. അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും എല്ലാം പൊന്നോമന. പിന്നെ എന്തിനാണ് ആ കുരുന്നിനെ അമ്മാവൻ ഹരികുമാർ കൊലപ്പെടുത്തിയത്? വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ പുലർച്ചെ കാണാതാകുന്നതിൽ തുടങ്ങിയതാണ് ദുരൂഹത. കുഞ്ഞിനെ അമ്മാവൻ ഹരികുമാർ കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. കുടുംബാംഗങ്ങളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊലപാതകത്തിൽ അമ്മ ശ്രീതുവിന് എന്തെങ്കിലും പങ്കുണ്ടോ? അമ്മയെ വിട്ടയച്ചെങ്കിലും വേണ്ടി വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പോലീസ് പറയുന്നു. രാവിലെ 5 മണിയോടെയാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന് അമ്മ ശ്രീതു പരാതിപ്പെട്ടത്. പോലീസിന്റെ പരിശോധനയിൽ വീടിനുള്ളിൽ തീ കത്തിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തി. അച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്നായിരുന്നു ശ്രീതു പറഞ്ഞത്. എന്നാൽ കുഞ്ഞു തനിക്കൊപ്പമായിരുന്നില്ലെന്നും അമ്മാവൻ ഹരികുമാറിനൊപ്പമാണ് ഉറങ്ങിയതെന്നും അച്ഛൻ ശ്രീജിത്ത് പോലീസിനെ അറിയിച്ചു. പുറത്തുനിന്ന് ആരും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന നിഗമനത്തിൽ വീടിന് സമീപത്തെ കിണറ്റിൽ പോലീസ് പരിശോധന നടത്തി. ഫയർഫോഴ്സാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ശ്രീതുവും ഹരികുമാറും നൽകിയത്. കുറ്റം സംബന്ധിച്ചെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞും ആശയക്കുഴപ്പമുണ്ടാക്കിയും ഹരികുമാർ പോലീസിനെ കുഴപ്പിച്ചു. എന്നാൽ ശ്രീതുവിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ സഹോദരനുമായുള്ള ചാറ്റുകളിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചെന്നാണ് സൂചന. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശ്രീതുവിനെ കൊലപാതകവുമായി ബന്ധിപ്പിക്കാൻ തെളിവുകൾ കിട്ടിയില്ലെങ്കിലും സംശയനിഴലിൽ നിന്ന് പോലീസ് ഒഴിവാക്കിയിട്ടില്ല. കുട്ടിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് തുടർന്ന് രേഖപ്പെടുത്തണം. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്ന ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കും. അല്ല, അത് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അന്വേഷണങ്ങൾ തുടരുകയും അമ്മ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും. അല്ല, അത് ആവശ്യം ഒന്ന് കണ്ടാൽ മാത്രം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അന്വേഷണം നടത്തിയതിനു ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നടപടികൾ. കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത്. ജീവനോടെയാണ് കുഞ്ഞിനെ കിടത്തിയിട്ടതെന്ന് ഇതിൽ നിന്ന് വ്യക്തം. കുട്ടിയുടെ ശരീരത്തിൽ മറ്റ് മുറിവുകളൊന്നുമില്ലെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളും ദേഹപരിശോധനയിൽ കണ്ടെത്തിയില്ല. സംഭവത്തിൽ പങ്കില്ലെന്ന് കണ്ട് കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തിനെയും അമ്മൂമ്മയെയും വൈകിട്ടോടെ പോലീസ് വിട്ടയച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദേവേന്ദുവിന്റെ മൃതദേഹം കുടുംബ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. അമ്മൂമ്മയും അച്ഛനും കുട്ടിയെ അവസാന നോക്ക് കാണാനെത്തിയിരുന്നു. പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. കുട്ടിയെ കൊലപ്പെടുത്തിയത് ഹരികുമാറാണെന്ന നിഗമനത്തിലേക്ക് എത്തുമ്പോഴും കൃത്യത്തിലേക്ക് നയിച്ച കാരണമെന്തെന്നതിൽ വ്യക്തതയില്ല. സാമ്പത്തിക കാരണങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ടെങ്കിലും ഇതിനപ്പുറം മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊലയ്ക്ക് പിന്നിലുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. തുടരന്വേഷണത്തിൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂ എന്നാണ് പോലീസ് നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം.